മരിയൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരിയൻസ് കിച്ചണിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു സ്നേക്ക് ഐറ്റം ആണ്. അത് ഞാൻ ചെയ്യുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ടാണ്. സോയ ചങ്ക്സ് വെച്ചിട്ട് ഞാനൊരു ഫ്രൈ ചെയ്തിട്ടുണ്ട്. മുന്നേ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇട്ട വീഡിയോ ആണ്. അപ്പോൾ അതിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അന്ന് വീഡിയോസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, റെക്കോർഡ് ചെയ്യാമെന്നൊന്നും അറിയാണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. കുക്കിങ്ങിനോടുള്ള ഒരു പാഷൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഓരോരോ വീഡിയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ മാറ്റം വരുത്തണം എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയത്. ഇപ്പോഴും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. വീഡിയോയുടെ ക്വാളിറ്റി മാത്രമേ ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സ്നേക്ക് ഐറ്റമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോയ ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും തന്നെ ഇല്ല, കണ്ടില്ലേ. അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിനകത്ത് വെള്ളമൊക്കെ കയറി ഒരുപാട് വാട്ടർ ഉണ്ടായിരിക്കും ഇതിനകത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പേസ്റ്റ് മാതിരിയാവും. അപ്പോൾ ഈ സ്നാക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്നാ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതിനകത്ത് വെള്ളമൊക്കെ അങ്ങ് പിഴിഞ്ഞ് കളഞ്ഞേക്കാം. ജാറിനകത്ത് ഒരുപാടൊന്നും കൊള്ളത്തില്ല, ചെറിയ ജാറ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. ക്രഷ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇതൊക്കെ കണ്ടോ, ഇതേമാതിരി ചെറിയ ചെറിയ പീസായിട്ട് എടുക്കണം. അല്ലാണ്ട് ഒരുപാട് അങ്ങ് അരച്ച് കളയരുത്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് സവാള സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പം ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേമാതിരി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് നല്ല പേസ്റ്റ് മാതിരി ആയാണ്. അപ്പം ഇതിപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിക്കനൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ചിക്കനും ബീഫൊക്കെ ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കില്ല, ഷ്രെഡ് ചെയ്തെടുക്കില്ല. അതേമാതിരിയാണ് ഇത് കാണുമ്പോൾ, കണ്ടോ. ഇതേമാതിരി ചെയ്തെടുക്കണം. അപ്പം ഇനി ഇവിടെ ഞാൻ കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതും കൂടിയും ഇതേമാതിരി ചെയ്തെടുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം ക്രഷ് ചെയ്തെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞൊരു സവാളയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സോയ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇഞ്ചിയും ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മല്ലിയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേപ്പില എടുക്കാം, മല്ലിയില ഒഴിവാക്കാം. അപ്പം ഇതെല്ലാം കൂടി ഞാൻ ഇനി ക്രഷ് ചെയ്യാൻ പോകുന്ന ഈ സോയയുടെ അകത്തേക്ക് ഇടാൻ പോവാണ്. അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി കണ്ടില്ലേ, ഇതിപ്പോൾ ഓൾറെഡി നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ട്രിപ്പും കൂടിയും ഇതേമാതിരി ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇതെല്ലാം ഇട്ട് ഒന്നും കൂടി ഞാൻ ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് പേസ്റ്റായി പോകും. അപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ഇതെല്ലാം കൂടി അങ്ങ് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. എന്നിട്ട് പിന്നെ അത് ഇതിനകത്തേക്ക് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മൾ സാധാ പരിപ്പൊടിയൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്ന സെയിം കൂട്ടാണ് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെയ്തതും ഈ ചെയ്തതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ഇതൊരു ഗ്രീനിൻ്റെ ഒരു കളർ വന്നിട്ടുണ്ട്. ഇത് പക്ക സോയ ചങ്ക്സിൻ്റെ ഒരു കളർ തന്നെയാണ്. പക്ഷേ ഇത് നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊടി മാതിരി ഇരിക്കണം, ഒട്ടും നനവില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ സവാളയും ഇഞ്ചി, പച്ചമുളക്, പിന്നെ മല്ലിയില, വേപ്പില ചേർക്കണമെന്നുണ്ടെങ്കിൽ വേപ്പില ചേർക്കുക. അതൊക്കെ ചേർത്തത് കൊണ്ട് ഇതിനൊരു നനവ് വരും. ഇതിങ്ങനെ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു നനവുണ്ട്. അപ്പം ആ നനവ് പോവാനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ട ഇതിനകത്തേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് ചേർക്കുമ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ കടലമാവിൻ്റെ ടേസ്റ്റ് ആയി പോവും ഈ സ്നാക്ക് ചെയ്ത് വരുമ്പോൾ. സോയയുടെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവ് ചേർക്കാൻ പാടുള്ളൂ. കടലമാവിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അത് പൊട്ടി പോവാതെ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ നിൽക്കണം. എല്ലാം കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമ്മളൊരു ഉരുളി ഏത് ഷേപ്പാണ് നിങ്ങൾ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിനകത്ത് ആക്കിയിട്ട് കൈനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി തന്നെ നിൽക്കണം. അതിൽ ഇടയിൽ വിടവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ് കടലമാവ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരെടുക്കുന്ന സോയയ്ക്ക് ഓരോ കണക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കടലമാവിൻ്റെ കണക്ക് കറക്റ്റായിട്ട് പറയാത്തത്. അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് കടലമാവ് എത്ര ചേർക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ആക്കിക്കോളൂ. അപ്പോഴാണ് നന്നായി പിടിക്കത്തുള്ളൂ ഇതിനകത്ത്.
ഇതെല്ലാം നന്നായി പിടിച്ചാൽ മാത്രമാണ് ഈ സോയേൻ്റെ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇതിങ്ങനത്തെ മാതിരി ആക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് വെള്ളം വരുന്നത്. കാരണം സവാളേൻ്റെ വെള്ളമാണ് ഇതിനകത്ത് വരുന്നത്. ആ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു ഉരുളി എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ വെള്ളം വരുന്നത്, അത് പോകാൻ വേണ്ടിയിട്ട് കടലമാവ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ ഈ ഇറച്ചിയൊക്കെ ചെയ്ത് വെച്ചോണ്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കട്ട്ലേറ്റും സമൂസയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇറച്ചി മസാലക്കൂട്ടിലൊക്കെ വെച്ചിട്ട് ചെയ്ത് വെച്ചോണ്ടുണ്ട്. ടേസ്റ്റ് ഇറച്ചീൻ്റെ ടേസ്റ്റ് എങ്ങനെയായാലും വരത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. സോയ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായാലും ടേസ്റ്റ് തോന്നത്തില്ല. ഇപ്പോൾ സോയ കുഴപ്പമില്ല അല്ല ഇഷ്ടമാണ് എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്തേക്ക്. നല്ലൊരു സ്നാക്ക് ആയിട്ടാണ്, ഒരു വെറൈറ്റി സ്നാക്ക് ആയിട്ടാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുഴച്ച് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എക്സ്ട്രാ കടലമാവൊന്നും ഞാൻ ചേർത്ത് കൊടുത്തില്ല, നേരത്തെ ചേർത്തത് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേമാതിരി കുക്കീസിൻ്റെ കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് മോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതാകുമ്പോൾ നല്ല ഷേപ്പിലുള്ളത് കിട്ടും. ഇതിപ്പോൾ 4 ഷേപ്പ് ഉണ്ട്, നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കയ്യിനെ ഉള്ളിൽ വെച്ച് തന്നെ പരിപ്പ് വടേൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ചെയ്യണ മാതിരിയോ അല്ലെങ്കിൽ ഉന്നക്കായൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഷേപ്പിൽ, ഒരു ഓവൽ ഷേപ്പിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. ചെയ്തെടുക്കുന്നതിന് മുന്നേ നിങ്ങൾ 2 കൈയിലും വെളിച്ചെണ്ണ പുരട്ടണം. അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഈ കുക്കീസ് കട്ടർ ഉണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗത്തും പുരട്ടണം കേട്ടോ. ഞാനപ്പോൾ അതങ്ങനെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് ചെയ്തെടുത്താലാണ് ഇത് ഡീമോൾഡ് ചെയ്യുമ്പോൾ ഈ ഹാർട്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ എല്ലാ ഷേപ്പിൽ നിന്നും എടുത്തിട്ടുണ്ട്, റൗണ്ട് എടുത്തിട്ടില്ല. ബാക്കി 3 ഷേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേമാതിരി ചെയ്തെടുക്കാം. കണ്ടോ? ഇനി ഇതങ്ങ് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി. ഡീമോൾഡ് ചെയ്യുമ്പോൾ പതുക്കെ തള്ളി കൊടുക്കുക. ഇതേമാതിരി ചെയ്തെടുക്കുക. ഇതിനകത്ത് ചേർത്ത് ഒന്നും വെന്തിട്ടില്ല. ഞാൻ സാധാരണ സ്നാക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വഴറ്റിയിട്ടൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഇതിനകത്ത് ഒന്നും വെന്തിട്ടില്ല. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്നാക്സ് ചെയ്യണോണം. സ്നാക്ക് ബോളൊക്കെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തോണം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മുരുമുരുപ്പായിട്ട് കിട്ടും. ഞാനിപ്പോൾ എല്ലാതും ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് മാറ്റിയിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എണ്ണ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ സ്നാക്സ് ചെയ്തിരിക്കുന്നത് കുറച്ച് കട്ടിയിലാണ്. അപ്പോൾ അത് ഉൾഭാഗം വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ സോയൊക്കെ ആയ കാരണം ഇത് ഒന്നും വേവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് വെന്ത് വരാനായിട്ട് ഒരു ഇച്ചിരി സമയം പിടിക്കും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. അത് മുരിയുമ്പോൾ അറിയാലോ, മുരിഞ്ഞു എന്നുള്ളത് അറിയാലോ. ആ സമയമാകുമ്പോൾ അത് എടുത്ത് കോരി മാറ്റിയാൽ മതി. ഇപ്പോൾ ഇതായിട്ടില്ല, ഒരു ഭാഗം ആയപ്പോൾ ഞാൻ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ അടുത്തൊരു 3 ആൾക്കാർ മെസ്സേജ് അയച്ച് പറഞ്ഞു അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ്. അവർ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് സാധാരണ വരേണ്ടതാണ്. പക്ഷെ അത് വരാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 2-3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലെടുത്ത് നോക്കുക വീഡിയോസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. ചിലപ്പോൾ നിങ്ങൾക്ക് വരികയായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് വരികയായിരിക്കും. എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ് വരാത്തതെന്ന്.
അപ്പോൾ നിങ്ങൾ ഈ സ്നാക്ക് എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞോണം സോയ തീരെ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണ്ട. ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ ഒരു കളറൊക്കെ വന്നു. നല്ല ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ മുരിഞ്ഞ സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഞാനത് കോഴി എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണേ എന്നുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക.